പടമായിരുന്നു, അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമുക്കിങ്ങനെ സ്റ്റുഡൻസ് ആണല്ലോ, അതിന്റെ ചൊരത്തളപ്പൊക്കെ ഉണ്ടാവും. നല്ല രസമുണ്ട്. മെസ്സേജുള്ള പടമാണോ? ആ, അടിപൊളി മെസ്സേജുള്ള പടമാണ്. ഇന്ത്യൻ രാഷ്ട്രീയമാണോ ഇതിൽ ചർച്ച ചെയ്യുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയമല്ല, ഭാഷ ഭിന്നിപ്പ്, ആ രാഷ്ട്രീയത്തിനെ പറ്റി സംസാരിക്കുന്നതാണ്. അതിലും എന്താ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഭയങ്കര റെലവൻസും ഉണ്ട് അതിന്. സ്റ്റുഡൻസിനെ കണ്ടപ്പെടാണോ? സ്റ്റുഡൻസും പാരൻസും അതും ലൈക്ക് നെക്സ്റ്റ് ജനറേഷൻ പിള്ളേരും കുഞ്ഞു പിള്ളേരും ഒക്കെ കാണേണ്ട പടമാണ്. അവർക്ക് മനസ്സിലാവണം എന്താണ് നമ്മൾ ഫൈറ്റ് ചെയ്തേക്കണേ, എന്താണ് നടന്നിരുന്നത്. ഇന്ത്യക്കാര് കണ്ടപ്പെടാണ്. ഇത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടന്ന സംഭവമാണെങ്കിൽ ലൈക്ക് അത് അത്രയും എന്താ നമുക്ക് അത്രയും ചോരത്തെളുപ്പ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് ചോരത്തെളുപ്പ് അങ്ങനത്തെ ഒരു സിനിമയാണത്. ഒരുപാട് കണ്ടുകറിഞ്ഞു. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയ അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് പോരാടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെത്രയും ഭാഗ്യവന്മാരാണ്. രണ്ടാളുടെയും പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. ജയൻ രവി ആയിക്കോട്ടെ, രണ്ടാളും ഈ എന്താ പറയുക, പടം ഇപ്പോഴും മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അത്രയും നല്ല പടം. ബേസ് ചെറിയൊരു സംഭവം ഉണ്ടെങ്കിലും സൂപ്പറായിട്ടുണ്ട്. നമ്മളെ എല്ലാ രാജ്യക്കാരെയും നമ്മളതിൽ കാണിക്കുന്നുണ്ട്. പടത്തിൻ്റെ എന്ന് പറഞ്ഞാലേ എന്താ പറയുക, ഒരു നെഗറ്റീവ് പറയാനുള്ള ഒരു ഇതുമില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. മസ്റ്റ് വാച്ചിങ്. ഇൻസ്പിറേഷൻ നല്ലൊരു മൂവിയാണ്. മറ്റേ പണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ തമിഴ്നാട്ടിൽ നടന്നൊരു കലാപത്തിൻ്റെ കഥയാണ്. നടന്നൊരു സംഭവമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഒരു മലയാളം ക്യാമിയോയും വരുന്നുണ്ട്. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ലൊരു മൂവി പടം. ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇൻട്രോൾസിന് നല്ല ഗുണമായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ശിവകാർത്തിൻ്റെ അടിപൊളി റോള്. അതുപോലെ തന്നെ ജയൻ രവി കിഡ്പറായിട്ട് നല്ലൊരു വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. ജയൻ രവി ഇപ്പം ജയമോഹൻ കേട്ടോ. പടം പടം ഗംഭീരമായിരിക്കണം, നന്നായിട്ടുണ്ട്. ജയൻ രവി അടക്കം എല്ലാവരും ജയൻ രവി ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്നത്. അപ്പോൾ അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കത്തിക്കുക. സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ഇതിനകത്ത് അത് എന്താണ് ഇതിനകത്ത് വന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാക്കേണ്ട പാഠപുസ്തകത്തിൽ കൂടി നിൽക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ പടത്തിനകത്ത് എന്നാൽ നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ പൂർവികരൊക്കെ കഷ്ടപ്പെട്ട് അത് നമ്മൾക്ക് ഈ നിൽക്കുന്ന കാര്യങ്ങൾ പൂർവികർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ സിനിമ കണ്ടിച്ച ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഭാഷയാണെങ്കിലും എല്ലാ ഭാഷയ്ക്കും ജോലിയുണ്ട്. പിന്നെ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും സിനിമ വന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ശിവകാർത്തികേയൻ്റെ അഭിനയം എങ്ങനെയുണ്ട്? ശിവകാർത്തികേയൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ്. പക്ഷേ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബേസിൽ ഒന്നും പറയാനില്ല. ഒരു നെഗറ്റീവ് പടത്തിനപ്പോ നെഗറ്റീവ് എനിക്ക് നെഗറ്റീവൊന്നും കാണാനില്ല. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പടം കണ്ട കുറേ കാര്യം മനസ്സിലാക്കണം. നമുക്ക് പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പൂർവികരെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ കഷ്ടപ്പെട്ടു. അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഈ നിലയ്ക്ക് നിൽക്കുന്നതാണ്. ഏതെങ്കിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഇതിനകത്ത് വരുന്നില്ല. നമ്മളങ്ങനെ കാണേണ്ട കാര്യമില്ല. സിനിമയായിട്ട് കാണേണ്ടത്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇതായിട്ട് അങ്ങനെ നമ്മൾ ഇതിലേക്ക് പോകേണ്ട കാര്യം.